ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം നാലാഞ്ചിറ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ്. എൻ്റെ കൂടെ നവ്യക്കുട്ടിയുണ്ട്. നവ്യക്കുട്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. ഒപ്പം ഇന്ന് എന്ത് ഐറ്റമാണ് ഉണ്ടാക്കി തരാൻ പോകുന്നതെന്നും കൂടെ ആലോചിക്കാം. നവ്യക്കുട്ടി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ എന്താണ് നവ്യക്കുട്ടിയുടെ വിശേഷങ്ങൾ പറഞ്ഞോളൂ. ഇപ്പൊ 11th-ലാണ്. ഈ സ്കൂളിലാണ് കാർമൽ വഴുതക്കാട്. കാർമലിലാണ് പഠിക്കുന്നത്. ഓക്കെ, ഇപ്പൊ വെർച്വൽ ക്ലാസ്സസ് ആണ്? ഇല്ല, ഇപ്പൊ ഓഫ്ലൈൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇപ്പൊ വെക്കേഷൻ ആണ്. അതിന്റെ ഇടയിൽ എങ്ങനെയാണ് ഈ ബേക്കിംഗ് പരിപാടിയോ, എങ്ങനെയാണ് ബേക്കിംഗിലേക്ക് എത്തിയത്? അങ്ങനെ കുഞ്ഞിലെ പോലെ ഇഷ്ടമായിരുന്നു. അപ്പം 3rd 4th ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അപ്പോഴൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു. ഇപ്പൊ 3rd-ലും 4th-ലും ഒക്കെ തുടങ്ങുമായിരുന്നു. പിന്നെ അപ്പ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ 5th-ലാണ് ആദ്യത്തെ ബീറ്റർ സംഭവം കിട്ടിയത്. അങ്ങനെയൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് 8th ഒക്കെ ആയപ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് ശരിയായി വന്ന്. അങ്ങനെ 8th ഒക്കെ ആയപ്പോ കൊടുക്കാൻ തുടങ്ങി. 8th ഒക്കെ ആയപ്പോ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഇപ്പൊ പോകുന്നു. ഇപ്പൊ ഡെയിലി ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ടോ? ഡെയിലി വീക്ക്ലി ഇടയ്ക്ക് വരാറുണ്ട്. അപ്പൊ എടുക്കുന്നുണ്ട്, വരുന്നൊക്കെ എടുക്കാറുണ്ട്. സ്കൂളും ഇതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പോകുന്നു, കുഴപ്പമില്ലാതെ. സ്കൂളുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇപ്പം ഓൺലൈൻ ആയിരുന്നു ഇത്രയും നാള്. അപ്പം കുഴപ്പമില്ലാതെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ അല്ല എന്നാലും പിന്നെ ഉച്ചക്കാണേലും സമയമൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി എടുക്കും ചെയ്യുമായിരുന്നു. വീട്ടിലും അമ്മയും ഒക്കെ സപ്പോർട്ട്? അതെ, അമ്മ സപ്പോർട്ട് ഉണ്ട്. അമ്മയും ബേക്കിംഗ് ചെയ്യുന്നുണ്ട്? അമ്മ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. അമ്മ പ്ലെയിൻ കേക്ക്സ് എല്ലാം അമ്മയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. ഞാൻ മെയിൻലി ക്രീം കേക്ക്സ് ഒക്കെയാണ് ചെയ്യുന്നത്. ഫോണ്ടന്റ് ടൈപ്സും ഒക്കെ ചെയ്യാറുണ്ട്. കണ്ടോ, നമ്മൾ നല്ല മിടുക്കി കുട്ടിയായിട്ട് ഫോണ്ടന്റ് കേക്ക്സും എല്ലാ ടൈപ്പ് ഓഫ് കേക്ക്സും കുക്കീസും ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? എന്തൊക്കെയാ ഇവിടുന്ന് മെയിൻലി കൊടുക്കുന്ന മെയിൻ ഐറ്റംസ്? ഇവിടുന്ന് മെയിൻ ആയിട്ട് പ്ലെയിൻ കേക്ക്സ് ഉണ്ട്, പിന്നെ ക്രീം കേക്ക്സ് എല്ലാം ചെയ്ത് കൊടുക്കും, കുക്കീസ് ചെയ്ത് കൊടുക്കും, പിന്നെ അമ്മ കുറച്ച് സ്നാക്സും ഐറ്റംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നല്ല, നമ്മൾ 11th-ലായപ്പോൾ തന്നെ ഒരു ഓൺടർപ്രണർ ആയിട്ട് അങ്ങ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. 3ാം ക്ലാസ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ കിച്ചണിൽ കയറി ബേക്കിംഗ് തുടങ്ങിയെന്ന്. ഞാൻ വളരെ റീസെന്റ് ആട്ടോ കിച്ചണിൽ എന്നെ കയറി തുടങ്ങിയത്. അത് ശരി, നമുക്ക് എന്തായാലും ഇന്ന് കുക്കീസ് അല്ലേ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തുടങ്ങിയിട്ട് ബേക്കിംഗിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ കുക്കീസ്, ബട്ടർ കുക്കീസ് ആണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടത് 100 gram ബട്ടറാണ്, പിന്നെ 150 gram മൈദ, പിന്നെ 50 gram ഷുഗർ, പിന്നെ വാനില എസൻസ്, അതെ ഷുഗർ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത് ജസ്റ്റ് സ്പ്രിങ്കിൾ ഇടാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 2 ടൈപ്പ് കട്ടേഴ്സ് ഉണ്ട്. സ്റ്റാർ കട്ടറും ഒക്കെ ഉണ്ട്. അപ്പോൾ തുടങ്ങാം. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ, നമ്മളുടെ ഇതിന്റെ പേര് ബേക്ക് ഐൽ എന്നാണ് നമ്മളുടെ ഒഫീഷ്യൽ നെയിം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ബട്ടർ ബീറ്റ് ചെയ്യും, നമ്മൾ അടിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ 100 grams ആണ് ബട്ടർ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊന്ന് അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇതിപ്പോ നമുക്ക് എത്ര കുക്കീസിന് വേണ്ടിയിട്ട് വരും? ഒരു 15 to 20 വരെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഷുഗർ പൗഡർ ഷുഗർ ഇടുക. അത് 50 gram? 50 gram ഫുള്ള് നമ്മളിപ്പോൾ ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് ബീറ്റ്. നമ്മളിനി വാനില എസൻസ് ഇടാണ്. നമ്മൾ അത് എത്ര സ്പൂൺ എടുത്തിട്ടുണ്ട്? 1 ടീസ്പൂൺ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു തന്നെ ആരാ? അത് യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യുന്നതാണ്. നമ്മള് മൈദ അത് എത്ര കൊണ്ടിട്ടുണ്ട്? അത് 150 gram. ഓക്കെ, നമ്മൾ 50 gram ഷുഗർ ഉണ്ടായിരുന്നു, 100 gram ബട്ടർ ഉണ്ടായിരുന്നു, 150 gram മൈദ ഉണ്ട്. അപ്പൊ ആദ്യം കുറച്ചിട്ടിട്ട് ബീറ്റ് ചെയ്ത് പിന്നെ ബാക്കി നമ്മൾ സ്പാച്ചില കൊണ്ട് ബീറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി 2 തവണ ആയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തത് അല്ലേ മൈദ. എന്നിട്ട് ഫൈനലി കുറച്ചുകൂടെ ക്വാണ്ടിറ്റി മൈദ ഇരിപ്പുണ്ട്. അതിനെ ജസ്റ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, കൈ കൊണ്ടായിരുന്നു. ഓക്കെ, ആദ്യം പരീക്ഷണം അപ്പൊ അച്ഛൻ്റെ പുറത്താണോ? ആദ്യത്തെ ബേക്കിംഗിലേക്ക് എന്ത് പറ്റി അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ? 3rd-ലും 4th-ലും ഒക്കെ
നമുക്ക് ഈറ്റിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ബേക്കിങ്ങിലേക്ക് ഇൻട്രസ്റ്റ് വരാൻ റീസൺ എന്താ? അത് നിക്കി എൻ്റെ ചേച്ചി, അപ്പോൾ അവള് എന്താ സ്കൂളിൽ ഇങ്ങനെ എന്തോ നോ ബേക്ക് എന്തോ ഒരു വെക്കേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ എന്തോ നോ ബേക്ക് കേക്ക് പോലെ എന്തോ ബിസ്ക്കറ്റ് ഒക്കെ വെച്ചിട്ട് അവരെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അത് വീട്ടിൽ വന്ന് ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ്, എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു അങ്ങനെ വന്നത്. ചേച്ചി ഇപ്പൊ ബേക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ബേക്ക് ചെയ്യുന്നില്ല, ചേച്ചിയാണ് ഇതിലേക്ക് വരാൻ. ചേച്ചി ഇപ്പൊ ബേക്ക് ചെയ്യുന്നില്ല. നിക്കി ചേച്ചി അവളെന്നൊക്കെ എന്താ വിളിക്കണ ശരിക്കും? ചേച്ചി വിളിക്കാറില്ല. നിങ്ങൾ തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ്? 2 years. പിന്നെ കുഴപ്പമില്ല. നമ്മുടെ ഏതാണ്ട് സെറ്റ് ആയി. അതെ അതെ, ഇതിപ്പം ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിരുന്നാൽ മതി. എത്ര നേരത്തേക്ക് വെക്കണം ഫ്രിഡ്ജിൽ? ഒരു 10 minutes വെച്ചിരുന്നാൽ മതി, ഒന്നൊന്ന് കട്ടയാവുന്നവരെ വെച്ചാൽ മതി. നമ്മൾ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടാണോ ചെയ്യുന്നത്? അല്ലല്ല, ഇപ്പൊ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് എന്നിട്ട് പിന്നെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മൾ റോൾ ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, ഇതിപ്പം ജസ്റ്റ് ഒന്ന് മാവ് പോലെ ആക്കുക. അപ്പൊ സ്കൂളിലും ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഓർഡേഴ്സ് ഒക്കെ തരാറുണ്ട്? അതെ, കൂടുതലും എൻ്റെ ഫ്രണ്ട്സും അല്ലെ അമ്മയുടെ അങ്ങനെ കോണ്ടാക്ട്സിലുള്ളതും ഒക്കെയാണ് വരാറ്. എങ്ങനെയാ മാർക്കറ്റിംഗ് ഒക്കെ നിങ്ങളുടെ? അപ്പോൾ മാർക്കറ്റിംഗ് അങ്ങനെ പ്രത്യേകിച്ച് ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതിലും ബേക്കയിൽ നിന്നാണ് പേര്. അപ്പം പിന്നെ അല്ലാതെ നമ്മൾ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ അറിയിച്ച് അങ്ങനെ അവർ പബ്ലിസിറ്റി കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ കുറച്ചൊക്കെ കിട്ടാറുണ്ട്. ഫ്രണ്ട്സ് തന്നെ ചേച്ചിയും മാർവാനസിലാണ്. മാർവാനസിൽ ഇപ്പം അവിടെ നിന്ന് മാർവാനസിന്റെയും നമ്മുടെ കാർമലിന്റെ ഒക്കെ ആസ്ഥാന എന്താണ് ഐറ്റം കേക്ക്സ് ഒക്കെ പോകുന്നത് ഇവിടെ നിന്നാണല്ലേ? കാർമലിൽ ഞാനിപ്പോ 11th ജോയിൻ ചെയ്തതേ ഉള്ളൂ. കണ്ടിട്ടില്ലേ അല്ലേ? ഫ്രണ്ട്സിനെ ഒന്നും കണ്ടിട്ടുണ്ട്. ഇപ്പം ഓഫ്ലൈൻ ആണല്ലോ. ശരി ശരി. അപ്പൊ അതിന് മുമ്പ് കുറച്ചൊക്കെ ആയി വരുന്നുണ്ട്. ഗേൾസ് സ്കൂളാണ്. അപ്പൊ അതിന് മുമ്പ് ഇവിടെ നവജീവനിലായിരുന്നു. അവിടുന്ന് കുറെ കിട്ടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അങ്ങനെ ബേക്കിംഗ് ആണ് കേട്ടോ, ബേക്കിംഗ് ഐറ്റംസ് അല്ലേ? ബേക്കിംഗ് ഐറ്റംസ് ആണ് കൂടുതലും. ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ടെന്ന് പറയുന്നത് കേക്ക് ഐറ്റംസ് ഓർഡേഴ്സ് കിട്ടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ പറയണം വളരെ വ്യക്തമായിട്ട്. അപ്പം ഇത് ഓൾമോസ്റ്റ് ആയി. നമുക്കൊരു 10 minutes. ശരി. അപ്പൊ എന്തായാലും നമ്മള് ഇത് മിക്സ് ചെയ്ത സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ബട്ടർ ഇട്ടുണ്ടായിരുന്നു, വാനില എസൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു, മൈദ ഉണ്ടായിരുന്നു. നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അവസാനം കുറച്ച് ക്വാണ്ടിറ്റി മൈദ നമ്മൾ അല്ലാതെ ഫോൾഡ് ചെയ്തെടുത്തു അല്ലേ? അത് നമ്മൾ സ്പാറ്റില യൂസ് ചെയ്തിട്ട്. ഇനി ഇതിന് നമ്മളൊരു 10 minutes ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കിയിട്ട് ബാക്കി. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 10 minute നമ്മളുടെ ഐറ്റത്തിന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എടുത്തു ഇല്ലേ? അതെ അതെ. നമ്മൾ ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ജസ്റ്റ് റോൾ ചെയ്ത് കട്ട് ചെയ്ത് ബേക്കാൻ വെച്ചാൽ മതി. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് എടുക്കാം അല്ലേ? ഞാൻ ഇവിടെ ഇപ്പൊ സ്റ്റാർ ആണ് എടുത്തേക്കുന്നത്. സ്റ്റാറും ഒരു ബെല്ലും ഉണ്ട്. ഓക്കെ. എങ്ങനെയാ അപ്പൊ നമ്മൾ ഇതിനൊക്കെ ചാർജ് ചെയ്യുന്നത്? എങ്ങനെയാ ചാർജ് ചെയ്യുന്നത്? നമ്മൾ പ്ലെയിൻ കേക്ക്സ് തുടങ്ങുന്നത് 500 മുതലാണ്. പിന്നെ കുക്കീസിന് നമ്മൾ 200 മുതൽ ഉണ്ട്. ഗ്രാം ബേസ് ചെയ്ത്? ഗ്രാം ബേസ് ചെയ്തിട്ടാണ്. 100 ഗ്രാംസിന് അതെ, 250 ഗ്രാംസിന് 200. 250 ഗ്രാംസിന് 200. ഓക്കെ. ബേക്കിംഗ് ഇഷ്ടമാണ്, അതേപോലെ ഈറ്റിംഗും ഇഷ്ടമാണ്. ബേക്ക് ചെയ്തിട്ട് കഴിക്കാറുണ്ട്. ആദ്യം ഒന്നും കഴിക്കാൻ കൊള്ളത്തില്ലായിരുന്നു, അതുകൊണ്ട് കഴിക്കത്തില്ല പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എക്സ്പെർട്ട് ആയല്ലേ? ഇപ്പം കുഴപ്പമില്ല, ഇപ്പൊ കഴിക്കാൻ പറ്റുന്നുണ്ട്. റിവ്യൂസ് ഒക്കെ കൊള്ളാം, കുഴപ്പമില്ലാത്ത റിവ്യൂസ് ആണ്, നല്ലതാന്ന് പറയുന്നുണ്ട്. ഏറ്റവും വലിയ ക്രിട്ടിക്കാരാ വീട്ടില് കഴിച്ചിട്ട് കുറ്റം പറയുന്നതും കൊള്ളാന്ന് പറയുന്നതും? ഇവിടെ സൈഡിൽ ചേച്ചി ഇപ്പുണ്ട്, ചേച്ചി നോക്കുന്നുണ്ടാണോ? അതെ, അവള് പിന്നെ എന്ത് ഞാൻ കൊണ്ടാക്കിയാലും കൊള്ളത്തില്ലെന്ന് പറയത്തുള്ളൂ. നമുക്കപ്പൊ എന്തായാലും ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോ ചേച്ചിനെ കൊണ്ട് കഴിപ്പിച്ച് അഭിപ്രായം പറയിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം അല്ലേ? പിന്നെ കൂടുതലും അതിനകത്ത് എന്താ ഇത് കുറവാ അത് കുറവാന്നൊക്കെ പറയുന്നത് അപ്പയാണ് പറയുന്നത്. ശരി. അപ്പൊ നമുക്ക് വീട്ടിലെല്ലാവരും നമുക്ക് നമ്മുടെ നമ്പിക്കുട്ടിയുടെ അമ്മയും 2 ഐറ്റംസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും പപ്പേനെയും ചേച്ചീനെയും ഒക്കെ കൊണ്ട് ഇന്ന് നമ്മൾ ഇവിടെ നമ്മുടെ മുന്നേ വെച്ചിട്ട് അഭിപ്രായം പറയിപ്പിക്കില്ലേ? അതെ. കൊള്ളില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? കൊള്ളില്ല പറയില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നല്ലതേ പറയാവുന്ന. നമ്മൾ ഇപ്പൊ പറഞ്ഞ ഒരു 10 to 12 കുക്കീസ് വരും അല്ലേ ഈ ഒരു ക്വാണ്ടിറ്റി ചെയ്യുമ്പോഴത്തേക്കും? അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലാണ്. എത്ര ബേക്കിംഗ് ടൈം വരുന്നത് ഇതിന്റെ? ഒരു 15 to 20 minutes വരും. എങ്ങനെ? അവനിൽ തന്നെയാണ്? അവനിൽ തന്നെയാണ്.
അത് ഇപ്പം ബാക്കി മെക്കാനിസംസും കാര്യങ്ങളും ഒക്കെ 3, 4, 3rd, 4th പഠിക്കുമ്പോഴത്തേക്കും അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നത്? അപ്പൊ ഞങ്ങക്ക് ഇതില്ലായിരുന്നു, എന്താ ഓവനും ബീറ്ററൊന്നും ഇല്ലായിരുന്നു. അപ്പം ഒരു മൈക്രോവേവ് ഉണ്ടായിരുന്നു, അതില് ഉണ്ടാക്കാനൊക്കെ നോക്കി, പക്ഷെ ശരിയാകത്തില്ലായിരുന്നു. അപ്പം പിന്നെ ഫിഫ്ത്ത് ഒക്കെ ആയപ്പോഴാണ് അപ്പൊ ഓവനും ബീറ്ററും ഒക്കെ വാങ്ങിച്ചു തന്നത്. അങ്ങനെ അതിലും ഉണ്ടാക്കുമ്പോ അങ്ങനെ ശരിയാവത്തൊന്നും ഇല്ലായിരുന്നു, അപ്പോഴൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ ക്വാണ്ടിറ്റിയും സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടാലല്ലേ നമുക്കിത് കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് കറക്റ്റ് ആണ് കേക്കിനൊക്കെ. ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട്, പലതും കരിഞ്ഞ് ഒരു പരുവത്തിനും കൊള്ളാത്ത പരുവായി പോയിട്ടുണ്ട്. നമ്മളതൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് ചെയ്യുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഷൂട്ട്സ് ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് ക്വാണ്ടിറ്റി മെഷർമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായത്. അപ്പൊ ഫസ്റ്റ് ഓർഡർ ഒക്കെ എങ്ങനെയായിരുന്നു, ആർക്കാ കൊടുത്തേ? ഫസ്റ്റ് ഓർഡർ എൻ്റെ ഒരു ആൻറ്റി എനിക്ക് തന്നതാണ്. അപ്പം ബിനി ആൻറ്റി എന്ന് പറയും. ആൻറ്റിയുടെ മോൻ്റെ ബർത്ത്ഡേ, അവർ UK അപ്പൊ ഇവിടെ വന്നപ്പം മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഞാൻ 8th അപ്പൊ അങ്ങനെ ആ സമയത്ത് മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്യാന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്ത് അതാണ് ഫസ്റ്റ് ഓർഡർ കിട്ടിയത്. എന്ത് കേക്കാ ചെയ്തേ? അത് ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു, ഒരു ചോക്ലേറ്റ് കേക്ക്. അത് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലായിരുന്നു. കേക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു, കാണാൻ അങ്ങനെ വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ലായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നമ്മളുടെ ബേക്ക് ഐൽ എന്നാണ് നമ്മളുടെ ഇതിന്റെ പേര് അല്ലേ? നമ്മളപ്പോ ഇൻസ്റ്റാ ഹാൻഡിൽ ഉണ്ട്. അപ്പൊ ഇൻസ്റ്റയില് കയറി നോക്കിക്കഴിഞ്ഞാല് നമ്മള് നവ്യക്കുട്ടി മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള കേക്ക്സും കുക്കീസും ഒക്കെ അതിൽ കാണാം അല്ലേ? അപ്പൊ ആരാ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ അതും സ്വന്തം തന്നെയാണ്, അപ്പന. ശരി, അപ്പൊ നമ്മളുടെ ഷേപ്പ് ഏതാണ്ട് നമ്മൾ കുറച്ച് എടുത്തിട്ട് ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ? സ്റ്റാറും ബെല്ലും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ നവ്യക്കുട്ടി ഇതേ നമ്മളുടെ അപ്പോൾ നമ്മളിതേ സ്പ്രിങ്കിൾസും ആഡ് ചെയ്തിട്ട് ആള് ഭയങ്കര പെർഫെക്ഷൻ്റെ ആളാണ്. അപ്പോൾ പേഷ്യൻസ് തീരെ കുറവാണെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പക്ഷെ പെർഫെക്ഷൻ്റെ ആളാണ്. അപ്പോൾ അതേ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ? പല ഷേപ്സിൽ നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 10 minutes പ്രീ ഹീറ്റ് ചെയ്താൽ 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്ത് 15 to 20 minutes ബേക്ക് ചെയ്തെടുത്തിട്ട് ഓടി വരാം, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമ്മളപ്പോൾ ഒരു 15 to 20 minutes ഒക്കെ നമ്മളുടെ കുക്കീസിനെ ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ചൂടോടെ ഇരിപ്പുണ്ട്. ചൂടൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴത്തേക്കുമാണ് കറക്റ്റ് അറിയാൻ പറ്റുക, ആ ഒരു ഫ്ലേവർ ഒക്കെ അറിയാൻ പറ്റുക. എന്നാലും ചൂടോടെ ഞാൻ കഴിക്കാൻ പോവുകയാണ്. സ്റ്റാർ തന്നെ എടുക്കട്ടെ അല്ലേ? ടേസ്റ്റ് ചെയ്യട്ടെ? എടുത്തോ? ഞാൻ പിന്നെ കഴിച്ചോളാം. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കഴിച്ചോളാം. ആഹാ, നല്ല റിച്ച് ബട്ടറിൻ്റെ ഫ്ലേവറിൽ അടിപൊളി ബട്ടർ കുക്കീസ്. ഡെഫിനറ്റ്ലി മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടത്? കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ഇൻസ്റ്റ വഴിയുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ പേജിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. അപ്പോൾ അതിലായാലും ഇൻസ്റ്റയിലായാലും എങ്ങനെയാണെങ്കിലും ചെയ്തത്. എത്ര ദിവസം മുന്നേ ഒക്കെ പറയേണ്ടി വരും? ഒരു ദിവസം മുമ്പേ പറഞ്ഞാലും ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. ഡെലിവറി ഒക്കെ അപ്പോൾ ഡെലിവറി നമുക്ക് ക്വിക്കർ എന്നും പറഞ്ഞിട്ട് ഒരു ഇവരുമായിട്ട് ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്തില്ല. അപ്പോൾ എന്തായാലും വന്ന് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. വന്ന് കളക്ട് ചെയ്യാം, അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. നമ്മുടെ നവ്യക്കുട്ടി ഉണ്ടാക്കിയ ബട്ടർ കുക്കീസ് അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഇന്നത്തെ എപ്പിസോഡ് അപ്പം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ബേക്ക് ഐൽ എന്നാണ് പേര്. അപ്പോൾ ശരി, എന്തായാലും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.